എത്ര വലിയ പാപിയാണെങ്കിലും അവന് മാനസാന്തരം സാധ്യമാണ്. ആ സാധ്യമാകുന്നത് കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ്, ഞാനൊരു വലിയ പാപിയാണ്, ഞാനൊരു കുറവുള്ളവളാണ്, ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചു, ധ്യാനങ്ങൾ കൂടി, ഒരുപാട് ഉപദേശങ്ങൾ കേട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ ഒരു മാനസാന്തരം എനിക്ക് വരുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നതാവും, ജീവിത പങ്കാളിയുടെ ദുശീലം ഓർത്ത്, മക്കൾ വഴിതെറ്റി നടക്കുന്ന ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്. ഒരുപക്ഷെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നു, പാപത്തിന്റെ പടുകുഴിയിലാണ്, ഒട്ടും നന്നാവുന്നില്ല, പള്ളി പോണില്ല, കുമ്പസാരിക്കുന്നില്ല, വിശുദ്ധമായിട്ടൊന്നും ജീവിക്കുന്നില്ല. ഇയാളെ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപദേശിച്ചിട്ടും ഇയാളെ നന്നാവുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. നമുക്കൊരു മാനസാന്തരം വരുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നന്നാവുന്നില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ മരുന്ന് അയാളെ വചനത്തിലേക്ക് ആകർഷിക്കുക, വചനഗ്രന്ഥം പരിചയപ്പെടുത്തി കൊടുക്കുക, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, വചനത്തിന്റെ ശക്തി പറഞ്ഞു കൊടുക്കുക. ആ വചനം കേൾക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലെ മാനസാന്തര അനുഭവം വരും.